ലോട്ടറി ക്ഷേമനിധി ബോർഡ് തട്ടിപ്പ് വഴി ലഭിച്ച 6 കോടി രൂപ കത്തിച്ചുവെന്ന് പ്രതിയുടെ മൊഴി. ബോർഡിലെ ക്ലർക്കായിരുന്ന സംഗീതാണ് വിജിലൻസിന് മൊഴി നൽകിയത്. 2012 മുതൽ 2016 വരെയുള്ള തട്ടിപ്പ് പണമാണ് കത്തിച്ചത്. ജാമ്യത്തിലിറങ്ങി ചോദ്യം ചെയ്യവെയാണ് സംഗീതിന്റെ ഈ മൊഴി. ഹരിമോഹനുണ്ട് നമുക്കൊപ്പം. ഹരി, 5 10 അല്ല 16 കോടി രൂപ തട്ടിച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ നോട്ടുകെട്ടുകളൊക്കെ 16 കോടി രൂപ ഇയാൾ തട്ടിയെടുത്തു. അപ്പോൾ ഈ നോട്ടുകെട്ടുകൾ കത്തിച്ചു എന്ന് പറയുന്ന ഇയാളുടെ മൊഴി വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ? ഷിയാസ്, ഒരു 5 വർഷത്തെ തട്ടിപ്പാണ് ഇത്. അതായത് 2012 തുടങ്ങിയ തട്ടിപ്പാണ്. 2016 അവസാനമാണ് ഇത് നിൽക്കുന്നത്. അതായത് ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയ സമയത്താണ് ഇയാൾ ഇത് അവസാനിപ്പിക്കുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2017 തന്നെ ലോട്ടറി ക്ഷേമനിധി ബോർഡ് നിന്ന് പല സമയങ്ങളിലായി തട്ടിയെടുത്തിട്ടുള്ള 16 കോടി രൂപയിൽ 6 കോടി രൂപയും കത്തിച്ചു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള സംഗീത വിജിലൻസിന് നൽകിയിരിക്കുന്നത്. അതായത് ഈ നോട്ട് നിരോധനം വന്ന ശേഷം കയ്യിലുണ്ടായിരുന്ന ഈ പണം, അതായത് 6 കോടിയോളം രൂപ 500-ന്റെയും 1000-ന്റെയും നോട്ടുകളാണ്. അപ്പോൾ അത് കയ്യിലിരുന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നാണ് അയാൾ വീട്ടിൽ, സ്വന്തം ഇപ്പോൾ താമസിക്കുന്ന വീടായിരുന്നില്ല, മറിച്ച് ഈ പണം കൊണ്ടൊക്കെ തന്നെ ഈ തട്ടിപ്പ് വഴി കിട്ടിയിട്ടുള്ള പണം കൊണ്ട് പല സ്ഥലങ്ങളിലായി വീടുകൾ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. അതിലൊരു വീട് തിരുവനന്തപുരത്തെ പോങ്ങുമൂടായിരുന്നു. ആ പോങ്ങുമൂട്ടെ വീടിന്റെ 2-ാം നിലയിൽ ഇയാൾ ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന 6 കോടി രൂപയുണ്ടായിരുന്നു. ആ 6 കോടി രൂപ മുഴുവൻ 500-ന്റെയും 1000-ന്റെയും, അതായത് നിരോധിക്കപ്പെട്ട നോട്ടുകളായിരുന്നു. ആ നോട്ടുകളാണ് അയാൾ വീടിന്റെ പരിസരത്ത് തന്നെയായി കത്തിച്ചു കളഞ്ഞത്. അങ്ങനെയാണ് മൊഴി സംഗീത ഇപ്പോൾ വിജിലൻസിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ 6 കോടി രൂപ തട്ടിച്ചു എന്നുള്ള മൊഴി അയാൾ നൽകുന്നത് ഏകദേശം 9 വർഷം കഴിഞ്ഞിട്ട് 2026 മാത്രമാണ്. അതായത് ഈ കേസിന്റെ തുടക്കം മുതൽക്ക് സംഗീതിനെ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലൊന്നും തന്നെ ഈ തട്ടിപ്പ് പണം എന്ത് ചെയ്തു എന്നുള്ള മൊഴി സംഗീത് നൽകിയിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സൊസൈറ്റികളിൽ, കേരള ബാങ്കിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത് വഴി അങ്ങനെയൊക്കെയാണ് ഇതിന്റെ നിക്ഷേപം എന്നുള്ളത് വിജിലൻസിന് മനസ്സിലായത്. അങ്ങനെ ആ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ വഴിയാണ് സംഗീതിന്റെ ബന്ധുവായിട്ടുള്ള സമ്പത്ത്, ഒപ്പം തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു ഇടനിലക്കാരൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ടുള്ള അനിൽകുമാർ, പിന്നെ മറ്റു ചില പ്രതികൾ കൂടിയുണ്ട്, ഇവർ കുടുങ്ങുന്നത്. പക്ഷേ ഇതിൽ അപ്പോഴും ഈ 16 കോടി രൂപ എന്നുള്ളത് തികയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് സംഗീത 100 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിൽ ഇറങ്ങുന്നത്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം ലഭിക്കുകയായിരുന്നു. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ച ഘട്ടത്തിലാണ് സംഗീത ഈ 6 കോടി രൂപ താൻ കത്തിച്ചിരുന്നു എന്നുള്ള മൊഴി നൽകുന്നത്. അങ്ങനെയാണ് പോങ്ങുമൂട്ടിൽ ഇന്നലെ വിജിലൻസ് സംഘം എത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിശോധന നടത്തി. വിജിലൻസ് മാത്രമല്ല, ഫോറൻസിക് സംഘവും ഉണ്ടായിരുന്നു. 3 വിജിലൻസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം എത്തി നടത്തിയ പരിശോധനയിൽ ചില അവശിഷ്ടങ്ങൾ, അന്നത്തെ ചില ശേഷിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഫോറൻസിക്കാർ ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ വിശദമായ ഒരു പരിശോധനയിൽ മാത്രമേ അത് ഈ 9 വർഷം കഴിഞ്ഞതുകൊണ്ട് അതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വിജിലൻസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്ന 6 കോടി രൂപ കത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കേണ്ട, പക്ഷേ കുറച്ച് പണമെങ്കിലും കത്തിച്ചിട്ടുണ്ടാവണം. കാരണം ഫിസിക്കലി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് അന്ന് നോട്ട് നിരോധനം വന്നതുകൊണ്ട് ഈ പണം മാറിയിരുന്നു. അതുകൊണ്ട് ആ പണത്തിൽ കുറേയെങ്കിലും ഇങ്ങനെ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നശിപ്പിച്ച് കളയുകയോ പ്രതികൾ ചെയ്തിട്ടുണ്ടാവാം, പ്രത്യേകിച്ച് സംഗീത് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രതിയുടെ മൊഴി എന്ന് പറയുന്നത് 6 കോടി രൂപയും താൻ കത്തിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അതായത് ലോട്ടറി തൊഴിലാളികൾ വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ മൊഴിയിലെ ഒരു വിശ്വാസ്യത അടക്കമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു വ്യാപകമായ പരിശോധന തന്നെ ഇനിയുണ്ടാവും. തീർച്ചയായിട്ടും അതിൽ സംശയം വേണ്ട. കാരണം ഈ ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇയാൾ ഈ 16 കോടി രൂപ, ആദ്യഘട്ടത്തിൽ ഒരു 10 കോടിയോളം രൂപ എന്നുള്ളതായിരുന്നു. പിന്നീട് അത് 14 പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അത് 16 കോടി രൂപയുടെ തട്ടിപ്പാണ് അന്ന് നടന്നത് എന്നുള്ള കാര്യം മനസ്സിലായത്. വീണ്ടും നടത്തിയ പരിശോധനയിലാണ് 35 സ്ഥലങ്ങളോളം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി പല സബ് രജിസ്ട്രാർ ഓഫീസുകളുടെയും കീഴിലായി 35 സ്ഥലങ്ങൾ ഈ പറയുന്ന പ്രതികൾ എല്ലാവരും കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത്. ഇത് ഇടക്കാലത്ത് കോടതി ഉത്തരവിൽ കൂടി ഇതെല്ലാം കണ്ടെത്തുകയും ചെയ്തിരുന്നു.
കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ 35 സ്ഥലങ്ങൾ ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയതാണ് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കണ്ടെത്താനുണ്ടായിരുന്നത് ഈ പറയുന്ന പണത്തിൽ ബാക്കി പണം എവിടെയാണ്, അതായത് ഈ ബാങ്കുകളിലും സൊസൈറ്റികളിലും കേരള ബാങ്കിലും നിക്ഷേപിച്ചതിൽ ബാക്കി പണം എവിടെയാണ് എന്നുള്ള കണ്ടെത്തലായിരുന്നു. അതിൽ 6 കോടി രൂപ കത്തിച്ച് കളഞ്ഞു എന്നുള്ള മൊഴി വന്നു. ഇനിയിപ്പോൾ ആ മൊഴി വിശ്വാസയോഗ്യമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഈ പോങ്ങുമൂടിലെ വീടിന്റെ പരിസരത്തു നിന്നൊക്കെ ഈ കത്തിച്ചതിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ 9 വർഷം പഴക്കമുള്ളതായതുകൊണ്ട് തന്നെ എത്രത്തോളം അതിനകത്തുനിന്ന് ശാസ്ത്രീയ പരിശോധന വഴി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതിൽ ചില സംശയങ്ങളുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, അതായത് ഈ സംഗീതനെതിരെ നിലവിൽ ഈ കേസ് നിലനിൽക്കുന്നതിന് വേണ്ട തെളിവുകളുണ്ട്. അത് ബാങ്ക് ട്രാൻസാക്ഷനുകൾ അടക്കമുള്ള തെളിവുകൾ ഉണ്ട്. ഈ കത്തിച്ച പണം അന്നത്തെ തട്ടിപ്പ് പണമാണ്, അല്ലെങ്കിൽ ഈ പണം കത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അന്തിമമായി സ്ഥിരീകരിക്കേണ്ടത്. ശരി, ഹരിമോഹനാണ് വിശദമായി തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.